നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബ സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ എന്നുള്ളതായ പാഠമാണ് നമ്മൾ പഠിച്ചത്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന 4-ാമത്തെ പാഠം ദൈവം വികാരധീനനും മനസ്സലിവുള്ളവനുമാണ് എന്നുള്ളതായ പാഠമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് സങ്കീർത്തനം 103:13, യെശയ്യാ പ്രവചനം 49:15, ഹോശിയ 11:1 മുതൽ 9 വരെയുള്ളതായ ഭാഗം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം, 2 കൊരിന്ത്യർ 11:2, 1 കൊരിന്ത്യർ 13:4 മുതൽ 8 വരെയുള്ളതായ ഭാഗങ്ങളിലാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാം നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സന്ദർഭത്തിൽ കർത്താവിൻ്റെ കരങ്ങൾ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൽ എഴുതിക്കുന്നതായ സകല അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാൻ ഏഴകളായ അടിയങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ പഠിക്കുന്ന പാഠത്തിനൊത്തുവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമേനി എടുക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് ദൈവം വികാരധീനനും മനസ്സലിവുള്ളവനുമാണ്. ശനിയാഴ്ചത്തെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആ ഭാഗത്ത് മനോവികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മനുഷ്യന് പല മനോവികാരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഗ്രീക്ക് തത്വശാസ്ത്രമനുസരിച്ച് വികാരങ്ങൾക്ക് വിധേയമല്ലാത്ത അല്ലെങ്കിൽ വികാരരഹിതമായ കാരണത്താൽ തൻ്റെ വികാരങ്ങളെ ഭരിക്കുന്ന യുക്തിവാദിയായ മനുഷ്യൻ്റെ ആശയം ആദർശമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു നല്ല പുരുഷനോ സ്ത്രീയോ മനോവികാരം ഉണ്ടാക്കുന്നവൻ എന്ന വിധം ചിത്രീകരിക്കപ്പെടുകയില്ല. പ്രത്യേകിച്ച് കടിഞ്ഞാണിടാത്ത വികാരങ്ങൾ പ്രശ്നം സൃഷ്ടിക്കും. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് വികാരം ഉളവാകുന്ന രീതിയിലാണ് ദൈവം നിർമ്മിച്ചിട്ടുള്ളത്. അതിനെ നിയന്ത്രിക്കുവാൻ തക്കമുള്ളതായ ശക്തിയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അത് വളരെയേറെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് നമുക്ക് ഓരോ സംഭവങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം വികാരധീനനാണ്, പെട്ടെന്ന് മനസ്സലിയുന്നവനാണ്, പെട്ടെന്ന് കോപിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്ന് ദൈവത്തിൻ്റെ ഹൃദയം മാറുകയും അത് തിരികെ പൂർവ്വസ്ഥിതിയിലെത്തുകയും ചെയ്യും. അത് ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് വികാരധീനനാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് തൻ്റെ മക്കൾ പാപം ചെയ്യുന്നതായ സന്ദർഭങ്ങളിൽ പെട്ടെന്ന് കോപിക്കുകയും ആ കോപം ക്ഷണം കൊണ്ട്
ശമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ പ്രത്യേകതായ ഒരു മമത, ഒരു സ്നേഹം ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ നമ്മോടുള്ളതായ ആ സ്നേഹം വികാരങ്ങളിൽ നിന്ന് ഉളവാകുന്നതാണ് എന്ന് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആഴമായ ഒരു വൈകാരിക സ്നേഹം ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നും മനോഹരമായ സത്യങ്ങൾ നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവസ്നേഹം വൈകാരികമായിരുന്നാലും അല്ലെങ്കിലും ഇത് എല്ലായ്പ്പോഴും മനുഷ്യർ അനുഭവിക്കുന്ന വികാരങ്ങൾക്ക് സമാനമാണ് എന്ന് കരുതരുത്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ തുല്യമായ സ്നേഹമല്ല, അതിനേക്കാൾ ഉപരിയായ ആഴമേറിയതായ ഒരു സ്നേഹമാണ് എന്ന് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോഴും അതുപോലെ ദൈവമക്കളുടെ ജീവിതാനുഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ സ്നേഹത്തിന് സമാനമായ ഒരു സ്നേഹമായിട്ട് ചില സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്നേഹത്തിന് അപ്പുറത്താണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നു. ഒരപ്പന് തൻ്റെ മക്കളോട് എങ്ങനെയാണ് കരുണ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്, അതുപോലെയാണ് ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ യെശയ്യാ പ്രവചനം 49:15 നമ്മൾ ഇന്ന് മനപാഠവാക്യമായിട്ട് വായിച്ച വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെക്കാൾ വലിയ സ്നേഹമാണ്. മാനുഷിക പിതാക്കന്മാരെക്കാൾ വലിയ സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെന്ന ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നു. കാരണം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഉള്ളം കൈയിലെ വരയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം കൈയിൽ അനേക വരകൾ കാണുവാൻ സാധിക്കുന്നു. ഈ വരകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കയ്യിലെ തൊലി പോകുന്ന രീതിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നമുക്ക് കുറച്ച് നാൾ ഈ കയ്യിലെ തൊലി വന്നതിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതുപോലെ ആ വര അവിടെ കിടക്കും. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവഭക്തന്മാരെ പിടിച്ചു മാറ്റുവാനോ അവരെ അകറ്റുവാനോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുവാനോ ആർക്കും കഴിയത്തില്ല. അതാണ് ദൈവം ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. ഉള്ളം കൈയിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ ഉള്ളം കൈയിൽ വരയ്ക്കപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമുഖത്ത് ജീവനോടെ ഇരിക്കുന്നത്. ദൈവം കൃപയും കരുണയും ഉള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം അത് പ്രസ്താവിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലൂടെ അത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മോട് അവൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന വിധമാണ് നമ്മളോട് ഇടപെടുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നതായ എബ്രായ പദം എന്ന് പറയുന്നത് രാഹം എന്നതായ പദമാണ്
ഇവിടെ തിരുവചനത്തിലെ മൂലപദമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഗർഭാശയത്തിനുള്ള റിയം എന്ന എബ്രായ പദത്തിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്നതായ ഒരു പദമാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണ ഗർഭാശയ തുല്യമാണ് എന്നാണ് ഇവിടെ എബ്രായ ഭാഷ നമ്മളെ ഗ്രഹിപ്പിക്കുന്നത്. അത് ഒരു മാതാവിൻ്റെ സ്നേഹത്തിന് തുല്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹത്തിന് തുല്യമാണ് എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്നേഹം, അമ്മ എന്നെ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റേത് എന്ന് തിരുവചനം പറയുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല മാതാപിതാക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചില അമ്മമാർ അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കും. ചിലർ വേസ്റ്റുകൾ കിടക്കുന്നതായ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോകും. ചിലർ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകും. എന്നാലും നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ദൈവ സ്നേഹത്തിനല്ല ഈ ഒരു പദം റാം എന്നതായ പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 31:20 അനുസരിച്ച് ദൈവത്തിൻ്റെ ഉടമ്പടി ജനം പലപ്പോഴും അവനെതിരായി മത്സരിക്കുകയും ദൈവത്തിന് വിപരീതമായി ദൈവത്തിന് പ്രസാദമല്ലാത്തതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അത് വളരെയേറെ വേദനാജനകമായിട്ടുള്ളതായ ഒരു സംഭവം തന്നെയാണ്. എങ്കിൽ കൂടെ ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അവരെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവം പ്രയത്നിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവരോട് കൂടുതലായി അടുക്കുവാൻ ശ്രമിക്കും തോറും അവർ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും ദൈവം അവരെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. നാം സ്നേഹിക്കാതെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ, നാം അടുത്തു ചെല്ലാതെ നമ്മെ തെരഞ്ഞു വരുന്നതായ ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മിൽ ചിലരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നമ്മോടുള്ള മനസ്സിലിവ് സ്നേഹവാനായ ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ മനസ്സലിവിനോട് സാമ്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത് വളരെ ആശ്വാസകരമാണ്. ചില മനുഷ്യർ തങ്ങളുടെ മാതാപിതാക്കൾ അവരെ സ്നേഹിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിയേക്കാം. മറ്റെന്ത് വിധങ്ങളിലാണ് അവർക്ക് ദൈവത്തിൻ്റെ അനുകമ്പയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്? മറ്റെന്ത് രീതിയിലാണ് ദൈവത്തിൻ്റെ അനുകമ്പയെ അവർക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ ഒരു ദിവസത്തെ പാഠം അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ പാഠം ഒരു മാതാവിന് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനോടുള്ളതായ സ്നേഹം, ആ ഒരു രീതിയിലാണ് ദൈവം, അതിനേക്കാൾ ആഴമായ രീതിയിലാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, ദൈവം നമ്മെ കരുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഹൃദയഭേദകമായ സ്നേഹം, ഈ ഹൃദയഭേദകമായ സ്നേഹം എന്ന ഭാഗത്ത് തിങ്കളാഴ്ചത്തെ ഈ പാഠഭാഗത്ത് അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നു. ദൈവകൽപ്പനയെ അവർ ലംഘിച്ചു. അന്യ ദൈവങ്ങൾക്ക് നിങ്ങളെ സേവിച്ചു പോന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർഭങ്ങളിലെല്ലാം ദൈവം അവരെ കൈക്ക് പിടിച്ച് സ്നേഹത്തോടെ വഴി നടത്തിയതായ സമയങ്ങളുണ്ടായിരുന്നു.
പക്ഷേ അവരത് തിരിച്ചറിഞ്ഞില്ല. അവർ ദൈവത്തെ വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായ ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ കഴിയും. അവരുടെ ദൈവത്തിൻ്റെ സ്നേഹം ചിത്രീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ഹോശേയ പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരിസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത്തോടുള്ള അവൻ്റെ ബന്ധത്തെ ചിത്രീകരിക്കുന്നു. എന്നാൽ സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ തൻ്റെ കുട്ടിയോടുള്ള സദൃശ്യത്തിലൂടെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്നതുപോലെ ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളെ കൈക്ക് പിടിച്ച് നടത്തി. ഇസ്രായേൽ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ദൈവം അവരെ വഴി നടത്തിയെങ്കിലും ഇസ്രായേൽ മക്കൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവകൽപ്പനകളെ വിട്ടുമാറി ദൈവത്തോട് ദ്രോഹം ചെയ്തു വന്നു, ദൈവത്തോട് മത്സരിച്ചു പോന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് വരെങ്കിലും ദൈവം അവരെ സ്നേഹിച്ചു, ദൈവം അവരെ വഴി നടത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ ദൈവം അവരെ ഉപേക്ഷിക്കുന്നതായ രീതി കണ്ടുവെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അവരെ വീണ്ടും ചേർത്ത് കൊള്ളുന്നതായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതായ നിയമം അവരിൽ നിവർത്തിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തനം 1:31 നമ്മൾ ഈ വണ്ണം വായിക്കുന്നു, മരുഭൂമിയിൽ നിങ്ങൾ പിന്നിട്ട് വഴികളെല്ലാം ഇവിടെ എത്തുവോളം അവിടുന്ന് നിങ്ങളെ പിതാവ് മകനെ എന്ന പോലെ കരങ്ങളിൽ വഹിക്കുന്നത് നിങ്ങൾ കണ്ടു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് നടന്നു. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 9-ാം വാക്യമാണ്. അവരുടെ സർവ്വ ദുരിതങ്ങളിലും അവരോടൊത്ത് അവിടുന്ന് ദുരിതം അനുഭവിച്ചു. അവിടുത്തെ സാന്നിധ്യമാകുന്ന ദൂതൻ അവരെ രക്ഷിച്ചു. സ്നേഹവും കാരുണ്യവും കൊണ്ട് അവിടുന്ന് അവരെ ഉദ്ധരിച്ചു. കഴിഞ്ഞ കാലങ്ങളെല്ലാം സ്വന്തം കരങ്ങളിൽ വഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയേറെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ചിട്ടും ദൈവം അവരെ പരിപാലിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവരെ വഹിച്ചുകൊണ്ട് നടന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ അചഞ്ചലമായ വിശ്വസ്തതയ്ക്ക് വ്യത്യസ്തമായി അവൻ്റെ ജനം തുടർച്ചയായി അവിശ്വസ്തരായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും ദൈവം അവരെ സ്നേഹിക്കുകയും ദൈവം അവരെ ഒരിക്കലും ഒഴിവാക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ കാര്യത്തെ സംബന്ധിച്ച് പലപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം ഭേദകമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ദൈവം അവരെ വളരെ അധികമായി സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ അനുകമ്പകൾ ജ്വലിക്കുന്നതിൻ്റെ കമാർ അലങ്കാര പ്രയോഗം ശലോമോൻ്റെ മുമ്പിൽ വന്ന 2 സ്ത്രീകളുടെ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. 2 അമ്മമാരുടെ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 2 പേരും ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. ആ കുഞ്ഞ് അവരുടേതാണ് എന്ന് അവർ ശ്രദ്ധിച്ചു. എന്നാൽ ശലോമോൻ ജ്ഞാനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ കുഞ്ഞിനെ 2ആയിട്ട് വീതിച്ച് 2 പേർക്കുമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ അന്നേരമാണ് പറഞ്ഞത്, ആ കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തേക്കാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മയെ ശലോമോൻ ജ്ഞാനി തിരിച്ചറിഞ്ഞു. അപ്പോൾ യഥാർത്ഥ അമ്മയുടെ സ്നേഹം ആണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് തൻ്റെ മക്കൾക്ക് ഒരു ദോഷവും തട്ടുവാൻ തക്കോണം ആഗ്രഹിക്കുന്നില്ല. അവരെ ദോഷ വഴികളെ വിട്ട് ദൈവസ്നേഹത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കോണം ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി
ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവായിരുന്നവർക്ക് അറിയാം ഇങ്ങനെയുള്ളതായ സാഹചര്യത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ളതായ സംഭവത്തെക്കുറിച്ച് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം എങ്ങനെയായിരിക്കുന്നു, അതിനുപരിയായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ചൊവ്വാഴ്ചയിലെ പാഠം നമ്മൾ പഠിക്കും ക്രിസ്തുവിൻ്റെ മനസ്സലിവ് എന്നുള്ളതായ ഭാഗമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ ചിത്രീകരിക്കുന്നതിന് പഴയ നിയമത്തിലെന്ന പോലെ പുതിയ നിയമത്തിലും ഇതേ അലങ്കാര പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് പിതാവായ ദൈവത്തെ മനസ്സലിവുള്ള പിതാവും സർവശ്വാസവും നൽകുന്നവൻ എന്ന വിധം ചിത്രീകരിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1:3. അതിലുപരി ദൈവത്തെ കരുണാസമ്പന്നൻ എന്നും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം മാനവകുലത്തെ വീണ്ടെടുക്കുന്നു എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 1:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ സർവേശ്വരൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവിടുന്ന് കൃപാലുവായ പിതാവും സർവ ശ്വാസത്തിൻ്റെയും ഉറവിടവുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ പിതാവായ ദൈവം സ്നേഹനിധിയാണ്, കൃപാലുവാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എഫെസർ ലേഖനം 2:4 എന്നാൽ അനുസരണക്കേടിനാൽ ആത്മീയമായി മരിച്ചവരായിരുന്ന നമ്മെ തൻ്റെ അതിരറ്റ കരുണയും നമ്മോടുള്ള അളവറ്റ സ്നേഹവും നിമിത്തം ക്രിസ്തുവിനോടുകൂടി ദൈവം ജീവിച്ചിരിക്കുന്ന നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലത്രേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണ എന്ന് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം മനസ്സിലേവാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവം പലരോടും കർത്താവിന് മനസ്സലിവ് തോന്നി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് പക്ഷപാതം പിടിച്ചു കിടന്നതായ ബത്സേദ കുളത്തിനരികെ പക്ഷപാതം പിടിച്ചു കിടന്നതായ ആ മനുഷ്യൻ്റെ അടുത്ത് ദൈവത്തിന് മനസ്സലിവ് തോന്നി അവനെ സൗഖ്യപ്പെടുത്തി. കർത്താവേനോട് കൃപ തോന്നണമേ എന്നപേക്ഷിച്ചവരോട് ദൈവത്തിന് മനസ്സലിവ് തോന്നി. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ പറഞ്ഞവനോട്, എന്നെ ശുദ്ധമാക്കുവാൻ പറഞ്ഞവനോട് യേശുവിന് മനസ്സലിവ് തോന്നി. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. യേശു പിതാവിൻ്റെ സ്നേഹത്തെയാണ് നമ്മോട് വെളിപ്പെടുത്തുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവായ യേശുവിൽ നാം കാണുന്നത് പിതാവിൻ്റെ ആ മനസ്സിൽ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മൾ യേശുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ ഫിലിപ്പോസ് ഈ യേശുവിനോട് ചോദിക്കുന്നു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോഴാണ് പറഞ്ഞത്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അതേ സ്നേഹം തന്നെയാണ് നമുക്ക് പുത്രനിലും കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ അനേക ഉപമകളിലൂടെ പിതാവിൻ്റെ മനസ്സലിവ്, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് മുടിയനായ പുത്രൻ്റെ കഥയിലൂടെ നാം കാണുന്നത് ആ പിതാവിന് തൻ്റെ മകനോടുള്ളതായ, തന്നെ വിട്ടുപോയതായ, മരിച്ചവനായിരുന്നതായ ആ മകനോടുള്ളതായ സ്നേഹത്തെയാണ്. ആത്മീയമായി അധപതിച്ച ആ മകനോടുള്ളതായ ആ സ്നേഹത്തെ അവിടുന്ന് കാണുവാൻ കഴിയുന്നത്. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ആ പിതാവ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതായ ആ ഒരു കാഴ്ച, ആ അതേ രീതിയിലുള്ളതായ സ്നേഹമാണ് നമ്മുടെ പിതാവായ ദൈവത്തിനുള്ളത് എന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ
കർത്താവായ യേശുവിനടുക്കിലേക്ക് കടന്നു വന്നതായ അനേകരെ അവരുടെ മുമ്പിൽ യേശു കാണിച്ചു കൊടുത്തതായ പിതാവിൻ്റെ സ്നേഹം, ദുരാവസ്ഥയിൽ കർത്താവായ യേശുവിനോട് സമീപിച്ചതായ എല്ലാ വ്യക്തികളോടും കർത്താവ് കാണിക്കുന്നതായ ആ മനസ്സലിവ തിരുവെഴുത്ത് പഠിക്കുന്നതായ എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിലും അത് പതിയുന്നതായ ഒന്നാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും അപ്പോസ്തലനായ പത്രോസിനെ സ്നേഹിക്കുന്നതായ യേശു, പത്രോസിനോട് മനസ്സലിവ് തോന്നുന്ന യേശുവിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇസ്രായേൽ മക്കൾ തള്ളി പറഞ്ഞപ്പോഴും യേശുവിനെ അംഗീകരിക്കാതിരുന്നതായ സന്ദർഭത്തിലും കർത്താവ് ഈ വണ്ണം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യം ഈ വണ്ണം പറയുന്നു: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ കല്ലെറിയുകയും ചെയ്തു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ ജനത്തെ എൻ്റെ കരവലയത്തിൽ ചേർക്കുവാൻ ഞാൻ എത്ര തവണ ആഗ്രഹിച്ചു, നിനക്കോ അതിന് മനസ്സില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിനെ നോക്കിക്കൊണ്ട് വിതുമ്പുന്നതായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത് ഒരു ദൈവ പൈതലിനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും ദൈവത്തിന് ഉപേക്ഷിക്കുവാനോ അവൻ്റെ മരണത്തിലോ ദൈവത്തിന് പ്രസാദമില്ല, മറിച്ച് അവൻ തിരിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെയുള്ളതായ ഒരു സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ ആപത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ സ്നേഹം ദൈവത്തോട് കൂടുതലായി നാം അടുത്തു വരുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരകനായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരകനായിരിക്കും. അത്യന്തികമായി സ്നേഹത്തിൻ്റെ പ്രകടമെന്ന വിധം നമുക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചിരുന്നു തന്ന യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവോട് കൂടിയ മഹാസ്നേഹത്തെക്കാളും വലുതായ ഒരു മാതൃക വേറെയില്ല. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇതാ പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം പാപികളായിരുന്നത് കൊണ്ട് കർത്താവ് നമ്മുടേതായ വേഷം ധരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നാം മരിക്കേണ്ടതായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ഈ മഹാസ്നേഹത്തെക്കാൾ വേറെ ഒരു സ്നേഹവും ഒരു മാതൃക വേറെ ഇല്ല. കർത്താവായ യേശുവിലൂടെ അല്ലാതെ, യേശുവിൽ ആശ്രയിച്ചിട്ടല്ലാതെ നമുക്ക് യേശുവിനെ പോലെയാകുവാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കില്ലാതെ യേശുവിനെ പോലെ ഉള്ളതായ സ്നേഹം പ്രകടമാക്കുവാൻ മാനുഷിക ബലഹീനരായ നമുക്ക് കഴിയില്ല. കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് സന്തോഷത്തോടു കൂടെ നമുക്ക് കടന്നു ചെല്ലുക. അവൻ ധാരാളം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്. ആ കരുതുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാം. ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് തീഷ്ണതയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ്. എബ്രായ ഭാഷയിൽ ദൈവത്തെ എൽറാം എന്ന് ആവർത്തനം 4:31 ഏൽ എന്നതിനർത്ഥം ദൈവമെന്നും റാം എന്നത് മനസ്സലിവ് എന്നതിൻ്റെ മൂലപദമാണ്. എന്നാലും ദൈവം വിളിക്കപ്പെടുന്നത് മനസ്സലിവുള്ള ദൈവമെന്ന് മാത്രമല്ല, എന്നാൽ എൽക്വാന എന്നും കൂടെ പദമുണ്ട്. അത് തീഷ്ണതയുള്ള ദൈവം എന്ന് കൂടിയാണ്. ആവർത്തനം 4:24 ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ
ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവം മാത്രമല്ല, ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ്, തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിനെ അപേക്ഷിച്ച് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. പലര് പറയുന്നത് പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനും പുതിയ നിയമത്തിലെ ദൈവം വളരെ ദയയുമുള്ളവനാണ്. ഇത് രണ്ടുകൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവത്തെയാണ് ഇവിടെ പറയുന്നത്. ദൈവം തീഷ്ണതയുള്ള ദൈവം കൂടിയാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 13:4 സ്നേഹം അങ്ങേയറ്റം ക്ഷമിക്കുന്നു, ദയാപൂർവം വർദ്ധിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നതുമില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, പൗരുഷമായി പെരുമാറുന്നില്ല. അപ്പോൾ അന്ന് ദൈവകൽപ്പനകളെ അനുസരിക്കാതെ അവർ നടന്നതിൻ്റെ ഫലമായി ദൈവം അവർക്ക് അന്നേരം തന്നെ ശിക്ഷ കൊടുത്തിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കൽപ്പന ലംഘിച്ചാൽ മരണശിക്ഷ വരെ അന്ന് അവർ പ്രാപിച്ചിരുന്നുവെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ആ ശിക്ഷാവിധി ഇല്ലാതിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരുപക്ഷെ അന്ന് പാപം ചെയ്തവർക്ക് യാഗം കഴിച്ചാൽ അതിൻ്റെ അനന്തരഫലത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായ മാർഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബൈബിളിലെ ദൈവം മനസ്സലിവുള്ള ദൈവം ആണ്. എബ്രായ ഭാഷയിൽ ദൈവത്തെ എൽ റാം എന്ന് വിളിക്കുന്നു. ആവർത്തനം 4:31 നമുക്ക് എത്തുന്നില്ല. ഈ ഒരു പദമാണ് അവിടെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. എൽ എന്നതിനർത്ഥം ദൈവമെന്നും റാം എന്നതിന് മനസ്സിലിവെന്നും ഇതുമാണ് മൂലപദത്തിൻ്റെ വ്യത്യസ്ത രൂപമാണ്. എന്നാലും ദൈവം വിളിക്കപ്പെടുന്നത് മനസ്സലിവുള്ള ദൈവം എന്ന് മാത്രമല്ല, മറിച്ച് തീഷ്ണതയുള്ള ദൈവം എന്നുകൂടെ ദൈവത്തെ പറയുന്നു. അല്ലെങ്കിൽ എൽക്വാന എന്നുകൂടെ ഉള്ള പദം ബൈബിൾ ചേർത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4:24 നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ തീഷ്ണത എന്ന് പറയുന്നത്? നമുക്ക് മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മോശ 10 കൽപ്പനയുമായിട്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് വാഗ്ദത്തം ചെയ്ത ഉടമ്പടി അവർ ലംഘിച്ചു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മിസ്രൈമിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്നതായ ഒരു സാഹചര്യം. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയുടെ തീഷ്ണത മൂലം ആ 10 കൽപ്പന എറിഞ്ഞുടച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ളതായ ശ്രമം നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തീഷ്ണത എന്ന് പറയുന്നത് എരിവിനെ കുറിച്ചാണ്. അതായത് ദൈവികമായ എരിവ് എന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നാം പാപം ചെയ്യുമ്പോൾ ദൈവം എരിവുള്ളവനാണ്. ബൈബിള് ഈ വണ്ണം പറയുകയാണ്, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടും. അപ്പോൾ തൻ്റെ മക്കൾ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. തൻ്റെ മക്കൾ നശിച്ചു കാണുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. അവൻ്റെ വഴിയെ വിട്ട് തിരിയും വരെ അവനെ നേർവഴിക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക വികാരത്തെക്കുറിച്ച് നമ്മൾ ഈ ബുധനാഴ്ച പാഠത്തിൽ നിന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും.
അതൊരു പ്രത്യേക എരിവാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവരെ നടത്തുവാൻ തക്കുമുള്ളതായ ഒരു വികാരം, അല്ലെങ്കിൽ ഒരു എരിവ്. അത് ദൈവികമാണ്. അത് മനുഷ്യൻ്റേതായ രീതിയിലല്ല. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന്, ദൈവത്തിൻ്റെ വികാരവും മനുഷ്യൻ്റെ വികാരവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ച പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാണ്, അതുപോലെ തീഷ്ണതയുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവിക വികാരങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം കനിവുള്ളവനാണ്. അവൻ്റെ ജനത്തിൻ്റെ ദുഃഖങ്ങളിൽ ആഴമായി വേദനപ്പെടുന്നവനാണ്. കേൾക്കുവാനും ഉത്തരമരുളുവാനും ആശ്വസിപ്പിക്കുവാനും മനസ്സൊരുക്കമുള്ളവനാണ് ദൈവമെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനം നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ നാം വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് അവിടെ ഒരു നിർവചനം നമുക്ക് കാണുവാൻ, സ്നേഹത്തിൻ്റെ നിർവചനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ഈ വണ്ണം നാം വായിക്കുന്നു: സ്നേഹം അങ്ങേയറ്റം ക്ഷമിക്കുന്നു, ദയാപൂർവം വർത്തിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, പരുഷമായി പെരുമാറുന്നില്ല, സ്വാർത്ഥ താല്പര്യം മുറുകെ പിടിക്കുന്നില്ല, സ്നേഹം ശോഭിക്കുന്നില്ല, അന്യരുടെ അപരാധങ്ങൾ കണക്കെടുത്ത് സൂക്ഷിക്കുന്നില്ല, അത് അധർമ്മത്തിൽ സന്തോഷിക്കാതെ സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു, സ്നേഹം എല്ലാം വഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം ക്ഷമയോടെ സഹിക്കുന്നു, സ്നേഹം അനശ്വരമാകുന്നു, പ്രവചനം മാറിപ്പോകും, അന്യഭാഷ നിന്നുപോകും, ജ്ഞാനവും മറഞ്ഞു പോകും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഈ മനസ്സലിവില്ല ആണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ മനസ്സലിവുള്ള ദൈവം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ നാം മനസ്സലിവുള്ളവരും തീഷ്ണതയുള്ളവരുമായിരിക്കണം. ഇങ്ങനെ തീഷ്ണമായ ഒരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ ദൈവം മനസ്സലിവും തീഷ്ണതയുള്ള ദൈവമായിരിക്കുന്നത് പോലെ ദൈവം നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് വേണം നമ്മൾ വളർന്നു വരുവാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പ്രത്യേക വികാരങ്ങൾക്ക് എങ്ങനെ ആണ് നാം പ്രതികരിക്കേണ്ടത്? ഒന്നാമതായി, സ്നേഹനിധിയായ ഈ ദൈവത്തെ നാം ആരാധിക്കണം. രണ്ടാമതായി, ഈ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നാം ചെയ്യണം. കർത്താവ് എന്തുമാത്രം എരിവോടെ നമ്മെ പരിപാലിക്കുന്നു, അതേ എരിവോടുകൂടെ നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും നാം ശ്രമിക്കണം. ദൈവത്തിന് മാത്രമല്ലാതെ നമുക്കും നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നല്ലതിനെ ഉയർത്തുകയും ഉള്ളിൽ പതിർ നീക്കം ചെയ്യുകയും ചെയ്യുന്ന നിർമ്മലവും ശുദ്ധീകരിക്കുന്നതുമായ സ്നേഹവും ഒരു പുതിയ ഹൃദയവും നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. സ്നേഹനിധിയായ ദൈവത്തെ നാം ആരാധിക്കുന്നതും അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും മനസ്സലിവിനെക്കുറിച്ച് മറ്റുള്ളവരോടും പറയുന്നതിലൂടെയും ആത്മാർത്ഥമായി മറ്റുള്ളവരെ ദൈവസ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഈ ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തു വരുവാൻ കഴിയും. അങ്ങനെ ദൈവസ്നേഹത്തിൽ നമുക്ക് വസിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവായ ദൈവം നമ്മെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. നമ്മുടേതായ എല്ലാ പ്രയാസങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ
ദൈവം ധാരാളമായി നമ്മോട് കൃപ കാണിക്കും, മനസ്സുള്ളവനായിരിക്കും. കർത്താവായ യേശുവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കൂടുതലായി പഠിപ്പാൻ തക്കോണം അവിടുന്ന് കൂടുതലായി ഞങ്ങളെ ബലപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരെല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമേനി എടുക്കണം. യേശു മൂലം താഴ്മയെ ചോദിക്കുന്ന കർത്താവേ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.